വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ്. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സാധനങ്ങൾക്കും കൃത്യമായിട്ട് അളവ് വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ബ്രെഡ് കുറച്ച് വലുതാണ്, അപ്പോൾ അതുകൊണ്ട് 4 എണ്ണം എടുത്തു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചും അതുപോലെ നിങ്ങൾ എത്ര ഫില്ലിംഗ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചും ഈ ബ്രെഡിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം. കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചുവന്ന അവൽ എടുത്തിട്ടുണ്ട്. ചുവന്ന അവലിന് പകരം വെള്ളയായാലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവലില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങയും പഞ്ചസാരയും മാത്രം വെച്ചിട്ടും ഈ കൂട്ട് തയ്യാറാക്കാം. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് പഞ്ചസാര, ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം, കൃത്യമായിട്ട് അളവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവൽ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കണം, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ചൊന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. നല്ല വെള്ളം ഉപയോഗിക്കണം കേട്ടോ, അതായത് നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ യൂസ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ അവൽ നനയ്ക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങയും പഞ്ചസാരയും മാത്രം വെച്ചും ചെയ്യാം, പക്ഷേ അവൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്വീറ്റ് ബണ്ണില്ലേ, അതായത് അകത്ത് തേങ്ങ വെച്ചിട്ടുള്ളൊരു ബണ്ണ്, ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങയും കൂടി ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാരയുടെ അളവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല മധുരം ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു സമോസ പോലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റണം. പിന്നെ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ ബ്രെഡ് കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി കോല് വെച്ച് ഇതിനെ നന്നായിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത്, ഈ ഓരോ ബ്രെഡിനെ. അപ്പോൾ കട്ടിയായിട്ടിരിക്കുന്ന ബ്രെഡ് ആകുമ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലാണ് നിങ്ങൾ ബ്രെഡ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ഈ ഓരോ ബ്രെഡിനെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി കോല് വെച്ച് ഇതുപോലെ നന്നായിട്ട്, അതായത് കുറച്ച് ശക്തി കൊടുത്ത് തന്നെ പരത്തണം ഇതുപോലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ ഈ ബ്രെഡ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് നന്നായിട്ട് പ്രസ്സായി വരുന്നതിന് പകരം സൈഡിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ പൊടിഞ്ഞു പോകാൻ തുടങ്ങും. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് മടക്കിയില്ലെങ്കിൽ നമ്മൾ സമോസയുടെ ഷേപ്പിൽ മടക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമുക്കിങ്ങനെ മടക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിംഗ് വെക്കാം. അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതിനകത്തോട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എത്ര ഫില്ലിംഗ് വെക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചും വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ, അതൊരു സമോസ പോലെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റോളാക്കിയിട്ടും എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം, ഇതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. മൈദ ആയതുകൊണ്ട് അങ്ങ് ഒട്ടിയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിലിടുമ്പോൾ ഇത് സൈഡ് പൊട്ടിപ്പോവും എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കാം. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാൻ എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ എത്ര എണ്ണ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കണം.
ഇതിനകത്തേക്ക് ഞാനൊരല്പം നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ആണ് ചേർത്തത്. നെയ്യ് ചേർക്കുമ്പോൾ ഈ പലഹാരത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. അതായത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. കാരണം ഇതിനകത്ത് വേവാനൊന്നുമില്ല, ഉള്ളിലെ ഫില്ലിങ്ങും വേവണ്ട, അതുപോലെ ബ്രെഡ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് 2 സൈഡും ഒന്ന് ബ്രൗൺ നിറം ആയാൽ മാത്രം മതി. ഇതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടി ഇതുപോലെ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബണ്ണുണ്ട്, ഉള്ളിൽ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ബണ്ണ്. അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാൻ നോക്കണം. പിന്നെ അവൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ അത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ ന്യൂസ് കിച്ചൺ.